സോ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ MDMന് 4 ലെവലാണ്. സ്ട്രേറ്റ് ഫോർവേഡ്, ലോ, മോഡറേറ്റ്, ഹൈ. ഇതിൽ ഏത് ലെവലിലാണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യൽ എങ്ങനെയാ? MDMന്റെ 3 എലമെന്റ്സ് നോക്കിയിട്ട് ആണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യൽ ഏത് ലെവലിലാണ് വരുന്നത്. ആ 3 എലമെന്റ്സ് ഏതൊക്കെയാ? ഫസ്റ്റ് വൺ, നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലം അഡ്രസ്ഡ്. രണ്ടാമത്തത് എമൗണ്ട് ആൻഡ് ഓർ കോംപ്ലക്സിറ്റി ഓഫ് ഡേറ്റ ടു ബി റിവ്യൂഡ്. മൂന്നാമത്തത് റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ടേക്ക് ഈ 3 എലമെന്റ്സിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലെ ഫസ്റ്റ് എലമെന്റ് ആണ് ഇപ്പോൾ പറയുന്നത് നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലംസ് അഡ്രസ്ഡ്. എന്താണ് നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലം അഡ്രസ് എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു പേഷ്യന്റ് ഒരു ഫിസിഷ്യന്റെ അടുത്തേക്ക് വരുന്നത്, ആ പേഷ്യന്റിന് എന്തൊക്കെയോ കണ്ടീഷൻസ്, ആ പേഷ്യന്റിന് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിട്ടാണ് അല്ലേ? അപ്പോൾ ആ പേഷ്യന്റ് പറയുന്ന പ്രോബ്ലംസ്, അതുപോലെ ഫിസിഷ്യൻ കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ്, ഓക്കെ, അതുപോലെ പേഷ്യന്റിന് മുന്നേ വേറെ വല്ല പേഴ്സണൽ ഹിസ്റ്ററി, ഇപ്പോൾ പേഷ്യന്റ് ഷുഗർ ഉള്ള പേഷ്യന്റ് ആണ്, അല്ലെങ്കിൽ ഹൈ BP ഉള്ള പേഷ്യന്റ് ആണ്, അങ്ങനെ പേഷ്യന്റിന് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉള്ളത് എന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് ആ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ട് അത് ഏതിലൊക്കെയാണ് വരുന്നത് എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് എലമെന്റ്, ഓക്കെ, ഈ നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലം അഡ്രസ്ഡിൽ ഏതാണ് വരുന്നത്, മിനിമൽ വരുമോ, ലോ വരുമോ, മോഡറേറ്റ് വരുമോ, ഹൈ വരുമോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് പേഷ്യന്റിന്റെ പ്രശ്നങ്ങൾ, പേഷ്യന്റിന്റെ ഡിസീസ് കണ്ടീഷനും ഇഞ്ചുറീസും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഈ ഫസ്റ്റ് ടേബിളിൽ മിനിമൽ ആണോ, ലോ ആണോ, മോഡറേറ്റ് ആണോ, ഹൈ ആണോ വരിക എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ MDM ടേബിളിന്റെ ആ ഫസ്റ്റ് പോർഷൻ മാത്രം, നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലംസ് അഡ്രസ് എന്നുള്ളതിന്റെ ആ പോർഷൻ മാത്രം ഞാൻ സെപ്പറേറ്റ് എടുത്ത് എഴുതിയതാണ് ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാത്രമല്ല MDM ടേബിൾ ഞാൻ നേരത്തെ കാണിച്ച ആ വലിയ ടേബിളാണ്. അതിന്റെ ഫസ്റ്റ് നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലംസ് അഡ്രസ് എന്ന് പറഞ്ഞാൽ ആ സെക്ഷൻ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷനെ ഇനി ഞാൻ പ്രോബ്ലം ടേബിളിന് അഡ്രസ് ചെയ്യാം കേട്ടോ. കാരണം ഓരോ പ്രാവശ്യം ഇങ്ങനെ നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലംസ് അഡ്രസ് എന്ന് പറയുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇനി പ്രോബ്ലം ടേബിൾ എന്നാണ് ഇതിന് പറയാം. ഇനി എങ്ങനെയാണ് ഈ പ്രോബ്ലം ടേബിളിൽ മിനിമൽ ആണോ, ലോ ആണോ, മോഡറേറ്റ് ആണോ, ഹൈ ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുക എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കാണാൻ പറ്റും മിനിമൽ, നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലംസ് അഡ്രസ്ഡിന്റെ ഫസ്റ്റ് ഹെഡിങ്ങിൽ മിനിമൽ, അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട് വൺ സെൽഫ് ലിമിറ്റഡ് ഓർ മൈനർ പ്രോബ്ലം. അതായത് പേഷ്യന്റിന് ഒരു സെൽഫ് ലിമിറ്റഡ് ഓർ മൈനർ പ്രോബ്ലം ആണ് ഉള്ളതെങ്കിൽ അപ്പോൾ നമുക്കത് മിനിമൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ ലോയിൽ 2 or more സെൽഫ് ലിമിറ്റഡ് ഓർ മൈനർ പ്രോബ്ലം, പേഷ്യന്റിന് 2 അതിൽ കൂടുതലോ സെൽഫ് ലിമിറ്റഡ് അല്ലെങ്കിൽ മൈനർ പ്രോബ്ലംസ്, ഓർ അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ക്രോണിക് ഇൽനെസ്, അല്ലെങ്കിൽ പേഷ്യന്റ് ഒരു സ്റ്റേബിൾ ക്രോണിക് ഇൽനെസ് ആണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ 1 acute uncomplicated illness or injury. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ലോ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ മോഡറേറ്റിലും കുറേ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആവുന്നുണ്ടെങ്കിൽ എന്ന് കൊടുത്തിട്ടുണ്ട്, ഹൈയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതറിയണമെങ്കിൽ നമുക്ക് ആദ്യം അറിയണം എന്താണ് മിനിമൽ പ്രോബ്ലം, അതായത് സെൽഫ് ലിമിറ്റഡ് മൈനർ പ്രോബ്ലം, എന്താണ് അക്യൂട്ട് പ്രോബ്ലം, എന്താണ് ക്രോണിക് കണ്ടീഷൻ, എന്താണ് ക്രോണിക് വിത്ത് എക്സാസർബേഷൻ. ഇതൊക്കെ എന്താണെന്ന് അറിയാതെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ആ കാര്യങ്ങൾ നോക്കാം, എന്നിട്ട് നമുക്ക് ഈ ടേബിൾ ഒന്നും കൂടി കാണാം. സോ സെൽഫ് ലിമിറ്റഡ് ഓർ മൈനർ പ്രോബ്ലം, എപ്പോഴാണ് നമുക്ക് ഒരു കണ്ടീഷനെ സെൽഫ് ലിമിറ്റഡ് ഓർ മൈനർ പ്രോബ്ലം എന്ന് പറയുന്നത്? Problem that runs a definite and prescribed course, transient in nature, not likely to permanently alter health status. ഒരു ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിൽ, ട്രാൻസിയന്റ് എന്ന് വെച്ചാൽ എന്താ? ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം, ഷോർട്ട് ഡ്യൂറേഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ. അത് കഴിഞ്ഞാൽ അത് തന്നെത്താൻ തന്നെ മാറും. ഓക്കെ, അത് പെർമനൻ്റ് ആയിട്ട് നമ്മളെ ഹെൽത്ത് സ്റ്റാറ്റസ്, പേഷ്യൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യൊന്നുമില്ല. ഓക്കെ, അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഒരു കോമൺ കോൾഡ്. ഒരു കോമൺ കോൾഡിന് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു കോമൺ കോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു 1 week കൊണ്ട് മാറുന്ന ഒരു അസുഖമാണ് അല്ലേ? അതുപോലെ ഒരു ഇൻസെക്ട് ബൈറ്റ് വേറെ അലർജിക് റിയാക്ഷൻസും കണ്ടീഷൻസും ഒന്നും ഇല്ലെങ്കിൽ ഇൻസെക്ട് ബൈറ്റ് അത് തന്നെത്താനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാറും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സെൽഫ് ലിമിറ്റഡ് കണ്ടീഷൻസ്, അല്ലെങ്കിൽ കുറച്ച് ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ കഴിഞ്ഞാൽ തന്നെ പോകുന്ന, മെഡിക്കേഷൻ എടുത്താലും മാറുന്ന അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് നമ്മൾ സെൽഫ് ലിമിറ്റഡ് ഓർ മൈനർ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേബിൾ ക്രോണിക് ഇൽനെസ്. സോ നമുക്ക് ഡിസീസ് കണ്ടീഷൻസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അക്യൂട്ട് കണ്ടീഷൻസും ക്രോണിക് കണ്ടീഷൻസും. ഓക്കെ, അക്യൂട്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി ഉണ്ടായ, പുതിയതായിട്ട് ഉണ്ടായ കണ്ടീഷൻസിനാണ് അക്യൂട്ട് കണ്ടീഷൻസ് എന്ന് പറയുന്നത്.
ക്രോണിക് എന്ന് പറഞ്ഞാൽ അത് കുറേ കാലമായിട്ട് ഉണ്ടായ ഒരു കണ്ടീഷൻ ആണെങ്കിലാണ് അതിന് ക്രോണിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റേബിൾ ക്രോണിക് ഇൽനെസ് ആണ് പറയുന്നത്. പ്രോബ്ലം വിത്ത് എൻ എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് 1 year ഓർ അൺടിൽ ദ ഡെത്ത് ഓഫ് ദ പേഷ്യൻറ്റ്. അതായത് ഒരു പ്രോബ്ലം, ആ പ്രോബ്ലത്തിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ മിനിമം 1 year എങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ അത് ലൈഫ് ലോങ് ആയിരിക്കും, ലൈഫ് ലോങ് ആയിട്ട് അത് മാറില്ല. ഓക്കെ, അങ്ങനത്തെ കണ്ടീഷൻസ് ആണ് ക്രോണിക് ഇൽനെസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേബിൾ ക്രോണിക് ഇൽനെസ് പറയുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. വെൽ കൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ. ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ, ഇൻക്രീസ് ബ്ലഡ് പ്രഷർ ഉള്ള ഒരു പേഷ്യൻറ്റ് മരുന്നൊക്കെ കഴിച്ച് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ. പിന്നെ അതുപോലെ നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ്, കാറ്ററാക്ട്, ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേഷ്യ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ വെൽ കൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വേഗം നിങ്ങൾ MDM ടേബിൾ എടുക്കുക, അതിലെ പ്രോബ്ലം ടേബിളിൽ പോവുക. എന്നിട്ട് വെൽ കൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, 1 സ്റ്റേബിൾ ക്രോണിക് ഇൽനെസ് ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്യാം. 1 സ്റ്റേബിൾ ക്രോണിക് ഇൽനെസ് ഏതിലാണ് വരുന്നത് എന്നുള്ളതൊക്കെ നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോൺ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല കാറ്ററാക്ട് സ്റ്റേബിൾ ക്രോണിക് ഇൽനെസ് ആണോ, BPH സ്റ്റേബിൾ ക്രോണിക് ഇൽനെസ് ആണോ, അല്ലെങ്കിൽ അക്യൂട്ട് അൺകോംപ്ലിക്കേറ്റഡ് ആണോ, അങ്ങനെയൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ എക്സാമ്പിൾസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ വീഡിയോയിലുള്ള അത്രയും എക്സാമ്പിൾസ് ഏത് ലിസ്റ്റിൽ വരും, അക്യൂട്ട് ആണോ, ക്രോണിക് ആണോ, കോംപ്ലിക്കേറ്റഡ് ആണോ, അൺകോംപ്ലിക്കേറ്റഡ് ആണോ, അത്തരം കാര്യങ്ങളെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളെ നോളജ് കൂടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് അക്യൂട്ട് അൺകോംപ്ലിക്കേറ്റഡ് ഇൽനെസ് ഓർ ഇഞ്ചുറി. A recent or new short-term problem with low risk of morbidity for which treatment is considered. അതായത് അക്യൂട്ട് ആണ്. അക്യൂട്ട് എന്ന് വെച്ചാൽ എന്താ, റീസെൻറ്റ് പ്രോബ്ലം ആണ്, ഷോർട്ട് ടേം ന്യൂ പ്രോബ്ലം ആണ്. അതായത് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ കുറച്ച് കഴിഞ്ഞാൽ മാറുന്ന ടൈപ്പ് റീസെൻ്റ്ലി ഉണ്ടായ ഷോർട്ട് ടേം പ്രോബ്ലം ആണ്. മോർബിഡിറ്റി റിസ്ക് ഒന്നും ഇല്ല. ഓക്കെ, എക്സാമ്പിൾ സിസ്റ്റൈറ്റിസ്, അലർജിക് റൈനൈറ്റിസ്, സിമ്പിൾ സ്പ്രെയിൻ ഒക്കെ എന്താ, ചെറിയ ഇൻഫ്ലമേഷനും, സ്പ്രെയിൻ എന്ന് വെച്ചാൽ ഉളുക്കൽ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അതൊക്കെ അതിനുള്ള മെഡിക്കേഷൻ എടുത്താൽ വേറെ ബുദ്ധിമുട്ട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ മാറുന്ന കണ്ടീഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ അക്യൂട്ട് അൺകോംപ്ലിക്കേറ്റഡ് ഇൽനെസ് ഓർ ഇഞ്ചുറി ആണ്. നെക്സ്റ്റ് ക്രോണിക് ഇൽനെസ് വിത്ത് എക്സാസർബേഷൻ, പ്രോഗ്രഷൻ ഓർ സൈഡ് ഇഫക്ട്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. അപ്പം നമ്മൾ ഓൾറെഡി സ്റ്റേബിൾ ക്രോണിക് ഇൽനെസ് കണ്ടു. സ്റ്റേബിൾ ക്രോണിക് ഇൽനെസ് എന്ന് പറഞ്ഞാൽ എന്താ, കുറേ കാലമായിട്ടുള്ള കണ്ടീഷനാണ്. പക്ഷേ ഇപ്പോൾ അതിന് വലിയ പ്രോഗ്രഷൻ ഒന്നും ഇല്ലാതെ ഒരു സ്റ്റേബിൾ ലെവലിൽ പോകുന്നത് നമ്മൾ കണ്ടു. കൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ ഒക്കെ കണ്ടു അതിൻ്റെ എക്സാമ്പിൾ അല്ലേ. അതായത് BP കുറേ കാലമായിട്ട് കൂടുതലുള്ള പേഷ്യൻ്റ് ആണ്, പക്ഷെ മരുന്നൊക്കെ എടുക്കുന്നതുകൊണ്ട് സ്റ്റേബിൾ ആയിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷനാണ്, പക്ഷേ വിത്ത് എക്സാസർബേഷൻ, പ്രോഗ്രഷൻ ഓർ സൈഡ് ഇഫക്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. അതായത് പേഷ്യൻറ്റിന് കുറേ കാലമായിട്ടുള്ള കണ്ടീഷൻ ആണ്, പക്ഷെ ഇപ്പോൾ ആ കണ്ടീഷൻ്റെ സിംറ്റംസ് കുറച്ചും കൂടി വേഴ്സണായി, കുറച്ചും കൂടെ കൂടി, ഓക്കെ, എക്സാസർബേറ്റ് ആയി എന്നുള്ളതിനാണ് നമ്മൾ ഈ ക്രോണിക് ഇൽനെസ് വിത്ത് എക്സാസർബേഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ക്രോണിക് ഇൽനെസ് ദാറ്റ് ഇസ് അക്യൂട്ട്ലി വേഴ്സണിങ്, poorly controlled, പക്ഷേ ഡസ് നോട്ട് റിക്വയർ കൺസിഡറേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെവൽ ഓഫ് കെയർ. എന്നാലും മരുന്ന് കൊടുത്താൽ മതി, ഹോസ്പിറ്റൽ ലെവൽ ഓഫ് കെയർ വേണ്ട, ഹോസ്പിറ്റൽ അഡ്മിഷൻ ഒന്നും വേണ്ട. അതിനാണ് ക്രോണിക് ഇൽനെസ് വിത്ത് എക്സാസർബേഷൻ, പ്രോഗ്രഷൻ ഓർ സൈഡ് ഇഫക്ട്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ COPD. COPD എന്ന് വെച്ചാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, ഒരു ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷനാണ്. അതിൻ്റെ അക്യൂട്ട് എക്സാസർബേഷൻ. ഓക്കെ, അപ്പോൾ ഈ കാറ്റഗറിയിൽ വരും. നെക്സ്റ്റ് അൺഡയഗ്നോസ്ഡ് ന്യൂ പ്രോബ്ലം വിത്ത് അൺസർട്ടൻ പ്രൊഗ്നോസിസ്. എന്ന് വെച്ചാൽ എന്താ, എ പ്രോബ്ലം ഇൻ ദ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ദാറ്റ് റെപ്രസെൻറ്റ്സ് എ കണ്ടീഷൻ ലൈക്ലി ടു റിസൾട്ട് ഇൻ ഹൈ റിസ്ക് ഓഫ് മോർബിഡിറ്റി വിത്തൗട്ട് ട്രീറ്റ്മെൻറ്റ്. അതായത് പേഷ്യൻ്റ് ഒരു പർട്ടിക്കുലർ കണ്ടീഷനായിട്ട് വന്നു. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്, ലംപ് ഇൻ ദ ബ്രസ്റ്റ്. പേഷ്യൻ്റ് ബ്രസ്റ്റിൽ ഒരു തടിപ്പായിട്ട് വന്നു. ഓക്കെ, പക്ഷേ ഫിസിഷ്യന് ഒറ്റ നോട്ടത്തിൽ എക്സാമിൻ ചെയ്തിട്ട് മനസ്സിലായിട്ടില്ല അത് സിസ്റ്റ് ആണോ ട്യൂമർ ആണോ എന്താണ് സംഭവം എന്ന്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി എ സിസ്റ്റ്, ഇറ്റ് ക്യാൻ ബി എ ട്യൂമർ. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ സിസ്റ്റ് ട്യൂമർ എന്നുള്ളതിനൊക്കെ നമ്മൾ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്നൊക്കെ പറയാം. കാരണം ഫൈനൽ ഡയഗ്നോസിസ് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു മാമോഗ്രാമോ അൾട്രാസൗണ്ടോ ചെയ്യണം, എന്നാലേ നമുക്ക് ഫൈനൽ ഡയഗ്നോസിസ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഫിസിഷ്യൻ പറയുന്ന ഡയഗ്നോസിസ് ഒക്കെ എന്താ, ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫൈനൽ ഡയഗ്നോസിസ് കിട്ടാത്ത ഒരു കണ്ടീഷൻ, ഫൈനൽ ഡയഗ്നോസിസ് കിട്ടാത്തത് കൊണ്ട് തന്നെ പ്രോഗ്നോസിസ് അൺസർട്ടൈൻ ആയിരിക്കും. പ്രോഗ്നോസിസ് എന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ കിട്ടുന്ന ഒരു ഔട്ട്കം,
അതാണ് പ്രോഗ്നോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രോബ്ലം ഡയഗ്നോസിസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിന്റെ പ്രോഗ്നോസിസും അൺസർട്ടൈൻ ആണ്, നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെ ആയിട്ടാണ് പേഷ്യന്റ് വരുന്നത്. കറക്റ്റ് ഫൈനൽ ഡയഗ്നോസിസ് കിട്ടിയിട്ടില്ല എന്നുള്ള കേസസിലാണ് നമ്മൾ ഈ അൺഡയഗ്നോസ്ഡ് ന്യൂ പ്രോബ്ലം വിത്ത് അൺസർട്ടൻ പ്രോഗ്നോസിസിന്റെ കാറ്റഗറിയിൽ നിന്ന് എടുക്കേണ്ടത്. അതിന്റെ എക്സാമ്പിൾ ആണ് ലംപ് ഇൻ ദ ബ്രസ്റ്റ്. നെക്സ്റ്റ്, അക്യൂട്ട് ഇൽനെസ് വിത്ത് സിസ്റ്റമിക് സിംറ്റംസ്. ഇപ്പൊ അക്യൂട്ട് ഇൽനെസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു, റീസെന്റ് ഉണ്ടായ കണ്ടീഷനാണ് നമ്മൾ അക്യൂട്ട് ഇൽനെസ് എന്ന് പറയുന്നത്. ഇനി ഈ അക്യൂട്ട് ഇൽനെസ്സിൽ സിസ്റ്റമിക് സിംറ്റംസ് എന്ന് വെച്ചാൽ എൻറ്റയർ സിസ്റ്റത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ, പേഷ്യൻറ്റിന് ഒരു അക്യൂട്ട് കണ്ടീഷൻ ഉണ്ടായിട്ട് സെപ്സിസ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ മോർബിഡിറ്റീൻ്റെ റിസ്ക് കൂടുതലാണ്, അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ അക്യൂട്ട് ഇൽനെസ് വിത്ത് സിസ്റ്റമിക് സിംറ്റംസ് കൊടുക്കേണ്ടത്. ഓക്കെ, നോർമൽ ഒരു അക്യൂട്ട് ഇൽനെസ് ഉണ്ടായിട്ട് പനി, പിന്നെ റെഡ്നെസ്, അതൊന്നും നമ്മൾ സിസ്റ്റമിക് സിംറ്റംസ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, എക്സാമ്പിൾ പൈലോനെഫ്രൈറ്റിസ്, ന്യൂമോണൈറ്റിസ്, കോളൈറ്റിസ് ഒക്കെ ഈ അക്യൂട്ട് ഇൽനെസ് വിത്ത് സിസ്റ്റമിക് സിംറ്റംസിന്റെ എക്സാമ്പിൾസ്. നെക്സ്റ്റ്, അക്യൂട്ട് കോംപ്ലിക്കേറ്റഡ് ഇൻജുറി. An injury that requires treatment that includes evaluation of body systems that are not directly part of injured organs. The injury is extensive or the treatment options are multiple and or are associated with the risk of morbidity. അതായത് റീസെൻ്റ്ലി ഉണ്ടായ ഒരു ഇഞ്ചുറി ആണ്, പക്ഷേ ഈ ഇഞ്ചുറീൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കണമെങ്കിൽ വേറെ ഡയറക്റ്റ്ലി ഇൻവോൾവ് അല്ലാത്ത ബാക്കി സിസ്റ്റംസ് വരെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനത്തെ കണ്ടീഷൻസിനാണ് നമ്മളത് അക്യൂട്ട് കോംപ്ലിക്കേറ്റഡ് ഇഞ്ചുറി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഹെഡ് ഇഞ്ചുറി വിത്ത് ബ്രീഫ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. അതായത് പേഷ്യൻറ്റിന് ഹെഡ് ഇഞ്ചുറി ഉണ്ടായിട്ട് ഒരു ഡ്യൂറേഷന് പേഷ്യൻറ്റിൻ്റെ ബോധം പോയി, കോൺഷ്യസ്നെസ് പോയി. അങ്ങനത്തെ കേസിൽ ആ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്സിൻ്റെ റീസൺ അറിയാൻ വേണ്ടി വേറെ സിസ്റ്റംസും ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം അങ്ങനത്തെ കണ്ടീഷൻസിനെയാണ് നമ്മൾ അക്യൂട്ട് കോംപ്ലിക്കേറ്റഡ് ഇഞ്ചുറി എന്ന് മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, ക്രോണിക് ഇൽനെസ് വിത്ത് സിവിയർ എക്സാസെർബേഷൻ, പ്രോഗ്രഷൻ ഓർ സൈഡ് ഇഫക്ട്സ് ഓഫ് ട്രീറ്റ്മെന്റ്. അപ്പോൾ ക്രോണിക് ഇൽനെസ് വിത്ത് എക്സാസെർബേഷൻ എന്താന്ന് പറഞ്ഞു, അതായത് കുറേ കാലമായിട്ടുള്ള കണ്ടീഷൻ, പക്ഷേ ഇപ്പോൾ പേഷ്യൻറ്റിന് ആ പർട്ടിക്കുലർ കണ്ടീഷൻ്റെ സിംറ്റംസ് കുറച്ചും കൂടെ വേഴ്സൺ ആയി അല്ലെങ്കിൽ സിവിയർ ആയി എന്നുള്ളതിനാണ് നമ്മൾ ക്രോണിക് ഇൽനെസ് വിത്ത് എക്സാസെർബേഷൻ എന്ന് പറയുന്നത്. അവിടെ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റൽ ലെവൽ ഓഫ് കെയർ അവിടെ ആവശ്യമില്ല. ഇനി സിവിയർ എക്സാസെർബേഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് സിവിയർലി വേഴ്സണായി അവിടെ ഹോസ്പിറ്റൽ ലെവൽ ഓഫ് കെയറും ആവശ്യമുണ്ട്. ഓക്കെ, അങ്ങനത്തെ കേസിനാണ് ക്രോണിക് ഇൽനെസ് വിത്ത് സിവിയർ എക്സാസെർബേഷൻ നമ്മൾ കൊടുക്കേണ്ടത്. ലാസ്റ്റ് വൺ, അക്യൂട്ട് ഓർ ക്രോണിക് ഇൽനെസ് ഓർ ഇഞ്ചുറി ദാറ്റ് പൊസസ് എ ത്രെറ്റ് ടു ലൈഫ് ഓർ ബോഡിലി ഫങ്ഷൻ. അതിലെല്ലാം പെടും. അക്യൂട്ട് ഇൽനെസ് വിത്ത് സിസ്റ്റമിക് സിംറ്റംസ്, അല്ലെങ്കിൽ അക്യൂട്ട് കോംപ്ലിക്കേറ്റഡ് ഇഞ്ചുറി, അല്ലെങ്കിൽ ക്രോണിക് ഇൽനെസ്, അല്ലെങ്കിൽ ക്രോണിക് ഇൽനെസ് വിത്ത് എക്സാസെർബേഷൻ. ഇതിലേത് ടൈപ്പ് ഇഞ്ചുറി അല്ലെങ്കിൽ ഇൽനെസ്സും ആയിക്കോട്ടെ, പക്ഷേ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ലൈഫ് തന്നെ ത്രെട്ടനിങ് ആണ്, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ബോഡിലി ഫങ്ഷൻ ത്രെട്ടനിങ് ആണ് എന്നുള്ള കേസ് വരികയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ കാറ്റഗറിയിൽ അക്യൂട്ട് ഓർ ക്രോണിക് ഇൽനെസ് ഓർ ഇഞ്ചുറി ദാറ്റ് പോസസ് എ ത്രെറ്റ് ടു ലൈഫ് ഓർ ബോഡിലി ഫങ്ഷൻ. അതായത് ഏത് ഇൽനെസ് ഓർ ഇഞ്ചുറി ആയിക്കോട്ടെ, ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻ്റെ ജീവന് തന്നെ ആപത്താണ്, അല്ലെങ്കിൽ ബോഡിലി ഫങ്ഷൻ, ഓക്കെ, ഫങ്ഷനിങ് ഓഫ് ബോഡിക്ക് ഡേഞ്ചർ ആണ് എന്നുള്ള കണ്ടീഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഈ കാറ്റഗറിയിൽ നിന്ന് എടുക്കേണ്ടത്. അതിന് കുറേ എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, പൾമണറി എംബോളസ്, സിവിയർ റെസ്പിറേറ്ററി ഡിസ്ട്രസ്, അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് സെൽഫ് ലിമിറ്റഡ് പ്രോബ്ലം അല്ലെങ്കിൽ മൈനർ പ്രോബ്ലം, എന്താണ് അക്യൂട്ട് കോംപ്ലിക്കേറ്റഡ് ഇഞ്ചുറി, എന്താണ് അക്യൂട്ട് അൺകോംപ്ലിക്കേറ്റഡ് ഇൽനെസ് ഓർ ഇഞ്ചുറി, എന്താണ് ക്രോണിക് സ്റ്റേബിൾ ഇൽനെസ്, എന്താണ് ക്രോണിക് ഇൽനെസ് വിത്ത് എക്സാസെർബേഷൻ, വിത്ത് സിവിയർ എക്സാസെർബേഷൻ. അങ്ങനെ ഓരോ ടേമും എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. അതിന് ശേഷം നിങ്ങൾ ഈ ടേബിൾ ഒന്നും കൂടി നോക്കാം. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലം അഡ്രസ്ഡിലെ മിനിമൽ എന്താ, വൺ സെൽഫ് ലിമിറ്റഡ് ഓർ മൈനർ പ്രോബ്ലം. അതായത് പേഷ്യൻറ്റിന് ഒരു കോമൺ കോൾഡ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഒരു ഇൻസെക്ട് ബൈറ്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ടേബിളിൽ മിനിമൽ എടുക്കാം. കാരണം അത് രണ്ടും എന്താ, ഒരു സെൽഫ് ലിമിറ്റഡ് പ്രോബ്ലം ആണ്. ഓക്കെ, നെക്സ്റ്റ് ലോവിൽ എന്തൊക്കെ വരുന്നു നോക്കാം. 2 or more സെൽഫ് ലിമിറ്റഡ് ഓർ മൈനർ പ്രോബ്ലം. അതായത് ഇപ്പോൾ പേഷ്യൻറ്റിന് ഒരു ഫീവറും ഉണ്ട്, ഒരു കോമൺ കോൾഡും ഉണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പോൾ 2 സെൽഫ് ലിമിറ്റഡ് പ്രോബ്ലംസ് ആയി. അപ്പം എന്തെടുക്കാം, നമുക്ക് ലോ എടുക്കാം. അല്ലെങ്കിൽ ഓർ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്, ആൻഡ് അല്ല കേട്ടോ.
1 സ്റ്റേബിൾ ക്രോണിക് ഇൽനെസ്. അതായത് പേഷ്യൻറ്റിന് വെൽ കൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോ എടുക്കാം. വെൽ കൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ എന്താ? എക്സാമ്പിൾ ഫോർ 1 സ്റ്റേബിൾ ക്രോണിക് ഇൽനെസ് ആണ്. അല്ലെങ്കിൽ പേഷ്യൻറ്റിന് 1 അക്യൂട്ട് അൺകോംപ്ലിക്കേറ്റഡ് ഇൽനെസ് ഓർ ഇഞ്ചുറി. അതായത് പേഷ്യൻറ്റിന് ഇപ്പോൾ ഒരു അലർജിക് റൈനൈറ്റിസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അലർജിക് റൈനൈറ്റിസ് ഏതിലാണ് വരുന്നത്? അക്യൂട്ട് അൺകോംപ്ലിക്കേറ്റഡ് ഇൽനെസ്സിലാണ്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ എങ്കിൽ അപ്പോഴും നമുക്ക് ലോ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് മോഡറേറ്റിൽ 1 or more chronic illness with exacerbation. അതായത് പേഷ്യൻറ്റിന് ഇപ്പോൾ COPD വിത്ത് എക്സാസർബേഷൻ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് മോഡറേറ്റിൽ എടുക്കാം. കാരണം COPD വിത്ത് എക്സാസർബേഷൻ എന്താ? ക്രോണിക് ഇൽനെസ് വിത്ത് എക്സാസർബേഷൻ ആണ്. ഓക്കെ, അതുപോലെ പേഷ്യൻറ്റിന് ഹൈപ്പർ ടെൻഷനും ഉണ്ട്, ഷുഗറും ഉണ്ട്, ഡയബറ്റീസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 സ്റ്റേബിൾ ക്രോണിക് ഇൽനെസ് ആണ്. അപ്പം നമുക്ക് മോഡറേറ്റ് എടുക്കാം. കാരണം അതിൽ സെക്കൻഡ് വണ്ണിൽ 2 or more സ്റ്റേബിൾ ക്രോണിക് ഇൽനെസ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഓരോന്നിലും നിങ്ങളെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് കിട്ടിയിട്ടുള്ളത്, അത് അക്യൂട്ട് ആണോ, ക്രോണിക് ആണോ, സ്റ്റേബിൾ ആണോ, അക്യൂട്ട് വിത്ത് അൺകോംപ്ലിക്കേറ്റഡ് ആണോ, കോംപ്ലിക്കേറ്റഡ് ആണോ, സെൽഫ് ലിമിറ്റഡ് ആണോ എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് പ്രോബ്ലം ടേബിളിൽ ഏതിലാണ് വരുന്നത് നോക്കാം. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാനുണ്ട്. അതായത് പേഷ്യൻറ്റിന് ഒരു സെൽഫ് ലിമിറ്റഡ് മൈനർ പ്രോബ്ലം ഉണ്ട്, പിന്നെ ഒരു ക്രോണിക് ഇൽനെസ് വിത്ത് എക്സാസർബേഷൻ ഉണ്ട്. അപ്പോൾ 1 സെൽഫ് ലിമിറ്റഡ് ഓർ മൈനർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മിനിമലിലും വരും, പിന്നെ ക്രോണിക് ഇൽനെസ് വിത്ത് എക്സാസർബേഷൻ എന്ന് പറഞ്ഞാൽ മോഡറേറ്റിലും വരും. അപ്പോൾ പിന്നെ നമ്മൾ മിനിമൽ കൺസിഡർ ചെയ്യേണ്ട കേട്ടോ. മിനിമലിനേക്കാളും വലിയ പ്രശ്നം മോഡറേറ്റിലെ പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ മോഡറേറ്റ് നോക്കിയാൽ മതി. ഓക്കെ, സോ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറേ തിയറി ഞാനിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ അത് ഭയങ്കര ടഫാണ്, കൺഫ്യൂസിങ് ആണെന്ന് തോന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ചെയ്ത് ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ കേട്ട് 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 നിങ്ങൾക്കിത് കുറച്ചെങ്കിലും